ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനിക്കൂർക്ക കൊണ്ടുള്ള ഒരു ബജിയാണ്. പനിക്കൂർക്ക പനിക്കൂർക്ക ഔഷധ ഗുണമുള്ള സാധനം. നല്ല ഔഷധ ഗുണമുള്ള പനിയൊക്കെ ഉള്ളപ്പം പണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോഴും അത് തന്നെ നമ്മൾ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഈ ഞവരയില ഞവടിയിട്ട് കുളിപ്പിക്കും. അല്ല, ഈ ഞവരയിലെന്നും പനിക്കൂർക്ക ഇലയെന്നും പറയും. രണ്ട് പേരുണ്ട് അതിന്. അന്നേരം അത് ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. പക്ഷെ ഇതുകൊണ്ട് ബജി ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിത് ഇന്നത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. അപ്പൊ ഞങ്ങളിത് രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ചെറിയ വെട്ടക്കുറവൊക്കെ ഉണ്ടാവും തോന്നുന്നു. എല്ലാവരും ക്ഷമിക്കുക, സ്വീകരിക്കുക. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അല്ലയോ? അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 4 ടീസ്പൂൺ കടലമാവ്, ഒരു ടീസ്പൂൺ 4 ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 സ്പൂൺ അരിപ്പൊടി, പിന്നെ കായം, പിന്നെ നമ്മുടെ പനിക്കൂർക്കയില, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബജി ഉണ്ടാക്കാൻ എടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ഇടാം സാധനങ്ങൾ. അത് കടലമാവ് ഇട്ടു, പിന്നെ മുളക് പൊടി 1 സ്പൂൺ, പിന്നെ അരിപ്പൊടി 1.5 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നമ്മുടെ കായപ്പൊടി ആവശ്യത്തിന് കുറച്ച് മതി അല്ലേ? ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി ഇത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക്, ഈ കൂട്ടിലേക്ക് നമുക്ക് ശകലം വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ചെറുതായിട്ട് കുഴച്ചിടാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല അല്ലേ? ഒരു കട്ടിക്ക്, നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ശകലവും കൂടെ കട്ടിക്ക് കുഴയ്ക്കണം. ഇല നല്ല പിടിച്ചിരിക്കണം. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പനിക്കൂർക്കല നമ്മൾ 7 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ബാറ്ററിയാണ് നമ്മൾ ഇവിടെ കലക്കി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് തീ കത്തിക്കാം. സ്റ്റവ് കത്തിക്കാം. അപ്പൊ നമ്മള് സ്റ്റവ് കത്തിച്ചു എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ഒഴിച്ച് നമ്മള് വെച്ചേക്കോ. അപ്പൊ ഇന്നലെ നമ്മള് പൊരിച്ചതിന്റെ എണ്ണ തന്നെ ഇന്നും എടുത്തു. ഇനി നമുക്ക് ബജി ഇല ബാറ്റിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇടാം. നല്ലപോലെ ഡിപ്പ് ചെയ്യണം. ഇല നല്ലപോലെ ഡിപ്പ് ചെയ്യണം മാവില്. എന്നിട്ട് അത് എണ്ണയിലേക്ക് പതുക്കെ സാവധാനം ഇടണം. അതെ. അപ്പോൾ ഇത് ഒരുമിച്ച് 2-3 വീഴുമെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഞാൻ എൻ്റെ ഈ റെസിപ്പി കാണുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടുത്തെ അമ്മ ഇതിങ്ങനെ ചെയ്തു തന്നു. അപ്പം ഞാനത് ആലോചിച്ചേട്ടാ, ഈ പനിക്കൂർക്ക ഭക്ഷിക്കാൻ കൊള്ളാം, ആവി പിടിക്കാനൊക്കെ കൊള്ളാവുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ ഇത് പൊരിച്ചു കഴിഞ്ഞപ്പോഴാണ് സംഭവം അടിപൊളി ടേസ്റ്റ്. ഇതുകൊണ്ട് പല അതും ഉണ്ടാക്കാം. ചമ്മന്തി അരയ്ക്കുക, എന്തൊക്കെയോ ചെയ്യാമായിരുന്നു. പക്ഷെ നല്ല ഔഷധ ഗുണമുള്ള സംഭവം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. സാധാരണ നമ്മൾ ഈ വാഴയ്ക്ക ബജിയൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ്. നല്ലപോലെ പൊങ്ങി വരുന്നതാണോ? നല്ലപോലെ പപ്പടം പോലെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെന്ന് തോന്നി, ഇങ്ങനെ ബജി ഉണ്ടാക്കാന്നുള്ള. നമ്മള് ഈയിടയ്ക്കാണ് ഇതിന്റെ മനസ്സിലായത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത്, അന്നേരം നമ്മളത് കണ്ടപ്പോൾ, ആ ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ അമ്മ അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മളും ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതായപ്പോ ഇപ്പൊ നമ്മളത് ചെയ്തത്. അല്ല, അടിപൊളിയത്, നല്ല ടേസ്റ്റ് ആണ്. ഇതുകൊണ്ട് ഞങ്ങള് പിന്നെ പരിപ്പോട ഉണ്ടാക്കി ഈ ഇടയ്ക്ക്. അത് നമ്മൾ സ്വന്തമായിട്ട് അടിപൊളിയായിരുന്നു വട. ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞങ്ങൾ വട ഉണ്ടാക്കിയപ്പോൾ അത് സ്വല്പം ഒന്ന് അരച്ച് ചേർത്ത് നോക്കി. അത് ഒരു വ്യത്യസ്തമായ ഒരു രുചിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഇലയ്ക്ക്. ഇത് നമ്മള് ബജി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഈ ഒരു ഗ്യാസ് പോലുള്ളതൊന്നും വലുതായിട്ട് നമ്മൾ ഈ ബജി ഉണ്ടാക്കി കഴിയുമ്പോൾ തോന്നത്തില്ല. അപ്പൊ നമ്മുടെ ബജി റെഡി ആയി കഴിഞ്ഞു. നമുക്ക് കോരിയെടുക്കാം. തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടെ ഇച്ചിരി കൂടെ നോക്കട്ടെ. റോസ് നിറം ആവട്ടെ അല്ലേ? റോസ് അല്ല, ബ്രൗൺ നിറം. നമുക്ക് എടുക്കാം ഇല്ലയോ? കോരി എടുക്കാം. ബജി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പപ്പടം പോലെ പൊള്ളി നിൽക്കുന്നത് കണ്ടോ? ടേസ്റ്റാണ്. ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനും, വൈകിട്ട് ചായയുടെ കൂടെ ഒരു 4 മണി പലഹാരമാണ്.
ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കിയുള്ളത് കൂടി നമുക്ക് അതേപോലെ പൊടിച്ചെടുക്കാം. അതെ, ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. മിക്ക ആളുകൾക്കും ഇതൊരു അത്ഭുതമായിരിക്കും. ഇതിന്റെ തന്നെ ഞങ്ങളൊരു അന്ന് പറഞ്ഞ പോലെ പരിപ്പുവടയുടെ ഒരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതിന്റെ അതായത് 2-3 ഇൻഗ്രീഡിയൻസ് പനിക്കൂർക്കയിലയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പരിപ്പുവട മറ്റു 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ അത് ചേർക്കും. നമ്മളത് നേരത്തെ ചെയ്ത് നോക്കി ഇനി അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതെ, അത് കട്ട്ലേറ്റിന്റെ ഒരു നിറമൊക്കെ ആയിരിക്കും. കട്ട്ലേറ്റ് ഉണ്ടാകത്തില്ലേ നമ്മള്, അതിന്റെ ഒരു നിറമൊക്കെ ആയിരിക്കും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ ബജി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വറുത്തുപോരാൻ. എന്ന് വെച്ചാൽ ഇത് കട്ടി കുറഞ്ഞ ഇലയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വറുത്തുപോരാൻ. ഒരു സൈഡ് രണ്ട് സൈഡും റെഡിയായി. നമുക്ക് കോരി എടുക്കാം. എന്നാ കോരി എടുക്കാം. അപ്പൊ നമ്മുടെ ബജി റെഡി ആയില്ലയോ? അപ്പം നമ്മുടെ പനിക്കൂർക്ക ബജി ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വിഭവമായി നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ബൈ. നമസ്കാരം.